വിടുതൽ എന്നൊരു വാക്ക് കേൾക്കുമ്പോൾ നമ്മൾ അർത്ഥമാക്കുന്നത് ബാഹ്യമായ ഒരു വിടുതൽ, ശരീരത്തിന്റെ ഒരു വിടുതൽ, ഭാവിയിൽ ഒരു വിടുതൽ, ഇങ്ങനെയല്ലേ നമ്മൾ അർത്ഥമാക്കുന്നത്. ഞാൻ നിങ്ങളോട് പറയുന്നു, ശരിയായ വിടുതൽ ഒരു മനുഷ്യനിൽ ആരംഭിക്കുന്നത് അവന്റെ ഇന്നർ മാനിൽ നിന്നാണ്, അവന്റെ അകത്തു നിന്നാണ്, അവന്റെ ആന്തരിക ഭാഗത്തു നിന്നാണ്. യേശുവിൻ നാമത്തിൽ നിങ്ങൾക്ക് ഇന്ന് അങ്ങനെ ഒരു വിടുതലിന്റെ സമയമായി. അതാ നിങ്ങൾ ഈ സന്ദേശം കേട്ടു തുടങ്ങുന്നത്. ഈ 3 മിനിറ്റ് മാത്രമുള്ള ഈ സന്ദേശം നിങ്ങളുടെ ഭാവിയെ തിരിക്കാൻ പോകുവാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാമത്തെ അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതൽ, കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതരെ വിടുവിച്ചയപ്പാൻ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ പീഡനം അനുഭവിക്കുന്നത് എവിടെയാണ്? ശരീരത്തിലല്ല. നിങ്ങൾ മുറിവേറ്റിരിക്കുന്നത് എവിടെയാണ്? ശരീരത്തിലല്ല. എന്നാൽ നിങ്ങളുടെ ശരീരത്തിനൊരു സുഖമില്ലാതെ, നിങ്ങളുടെ ശരീരത്തിന് ഒരു ആരോഗ്യമില്ലാത്ത ഒരു അനുഭവത്തിലൂടെ നിങ്ങൾ കടന്നു പോകുകയാണെങ്കിൽ, ഞാൻ നിങ്ങളോട് പറയുന്നു, മുറിവേറ്റ ഒരു അനുഭവം, വേദനിക്കുന്ന ഒരു അനുഭവം, നിങ്ങളുടെ അകത്ത് നിങ്ങൾക്ക് പോലും പറയാൻ അറിഞ്ഞുകൂടാത്ത, വിങ്ങുന്ന, വിഷമിക്കുന്ന, ആരെങ്കിലും സംസാരിക്കുമ്പോൾ തന്നെ കണ്ണ് നിറയുന്ന ഒരനുഭവം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിടുതൽ വേണ്ടത് ആന്തരികമായിട്ടാണ്. ദൈവം ഒരു വ്യക്തിയെ സൗഖ്യമാക്കുന്നത് പുറത്തു മാത്രമല്ല, അകത്തു മാത്രമാണ്. വാക്കുകൾ പുറം തണുപ്പിക്കുമ്പോൾ ആത്മാവ് അകം തണുപ്പിക്കുന്നു. ഒന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്? വാക്കുകൾ നമ്മുടെ പുറം തണുപ്പിക്കുമ്പോൾ, വാക്കുകൾ താൽക്കാലിക ആശ്വാസം തരുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവ് അകവും പുറവും ഒരുപോലെ തണുപ്പിക്കുന്നു. നിങ്ങൾക്ക് നിത്യാശ്വാസം ദൈവത്തിന്റെ വചനവും ദൈവത്തിന്റെ ആത്മാവും പ്രദാനം ചെയ്യുന്നു. നോക്കൂ, ദൈവം ആദ്യം ചെയ്യുന്നത് നിങ്ങളുടെ ഉള്ളിലെ കെട്ട് പൊട്ടിക്കുന്നു എന്നുള്ളതാണ്. ഭയത്തിന്റെ കെട്ട്, പാപത്തിന്റെ കെട്ട്, ജഡത്തിന്റെ പ്രവർത്തികളുടെ കെട്ട്, അങ്ങനെ വിവിധ നിലകളിൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ഇരുട്ടിന്റെ സ്വാധീനങ്ങളെ തകർത്ത് നിങ്ങളെ ദൈവം പൂർണ്ണമായി സ്വതന്ത്രമാക്കാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, പീഡിതരെ വിടുവിച്ചയപ്പാൻ. ഇന്ന് ദൈവം നിങ്ങളെ വിടുവിച്ചയക്കാൻ പോകുകയാണ്. ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളെ വിടുവിച്ചയക്കാൻ പോവുകയാണ്. ആന്തരികമായ ഒരു വിടുതൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ നൽകാൻ ആഗ്രഹിക്കുകയാണ്. ആന്തരികമാകുന്ന ഒരു വിടുതൽ. നിരാശയുടെ കെട്ടിനെ ദൈവം പൊട്ടിക്കാൻ പോകുവാണ്. തകർച്ചയുടെ ബന്ധന ദൈവം പൊട്ടിക്കാൻ പോകുവാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇതെല്ലാം ബാഹ്യമായി അനുഭവിക്കണമെങ്കിൽ, നിങ്ങളുടെ ശരീരത്തിൽ തൊടുന്ന പരിശുദ്ധാത്മാവിനെ അനുഭവിക്കണമെങ്കിൽ, ദൈവം നിങ്ങളോട് സംസാരിക്കുന്ന ശബ്ദം നിങ്ങൾ കേൾക്കണമെങ്കിൽ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ നിങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യണമെങ്കിൽ, നിങ്ങളുടെ കരങ്ങളിലൂടെ ഒരു അത്ഭുതം നടക്കണമെങ്കിൽ, നിങ്ങൾക്ക് വിടുതൽ വേണ്ടത് കേവലം ഒരു ശരീരത്തിൽ മാത്രമല്ല, ത്വക്കിൽ മാത്രമല്ല, നിങ്ങളുടെ അകത്ത്. ആന്തരിക മനുഷ്യൻ ശക്തിപ്പെടട്ടെ. നിങ്ങളുടെ അകത്ത് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടട്ടെ. സ്വർഗം നിന്നെ അസാധാരണമാകുന്ന റേഞ്ചിൽ ഉപയോഗിക്കാൻ പോവുകയാണ്. യേശുവിൻ നാമത്തിൽ ആമേൻ.